വിശദമായ വാർത്തകളിലേക്ക്. മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി ബഫർ സോൺ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ 17.5 കിലോമീറ്റർ ബഫർ സോൺ ആക്കിയതോടെ ഇടുക്കി ശാന്തൻപാറ പൂപ്പാറ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് പെരുവഴിയിലായത്. മേഖലയിൽ ബഫർ സോൺ വേണ്ടെന്ന മന്ത്രിസഭാ യോഗ തീരുമാനം വനം വകുപ്പ് അട്ടിമറിച്ചെന്നും ആരോപണമുണ്ട്. 2020 ഡിസംബർ 28-നാണ് മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിൽ ജനവാസ മേഖലയടക്കം ഉൾപ്പെടുത്തി 1 കിലോമീറ്റർ ദൂരം ബഫർ സോണായി പ്രഖ്യാപിച്ചത്. വനസംരക്ഷണ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലുള്ള കേരളത്തിൽ ബഫർ സോൺ വേണ്ടെന്ന സർക്കാർ തീരുമാനം മറികടന്നാണ് വനം വകുപ്പ് 1 കിലോമീറ്റർ ദൂരപരിധി ശുപാർശ ചെയ്തത്. ഇതോടെ ശാന്തൻപാറ പഞ്ചായത്തിലെ 17.5 ചതുരശ്ര കിലോമീറ്റർ ദൂരം ബഫർ സോണാകും. ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയായ ശ്രീ എം എം മണിയുമായി പോലും ഈ കാര്യം കൂടിയാലോചന നടത്തിയിട്ടില്ല. ഞാനിത് ആധികാരികമായി തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു കൂടിയാലോചന നടത്താതെയാണ് ഈ കാര്യത്തിലൊരു അന്ന് കരട് വിജ്ഞാപനം അവർ പുറപ്പെടുവിച്ചത്. അതിനുശേഷം സീറോ ബഫർ സോണാക്കി തീരുമാനിക്കണമെന്ന് ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിരിക്കെ അത് സീറോ ബഫർ സോണാക്കി എന്തുകൊണ്ട് കേന്ദ്രത്തിന് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പൂപ്പാറ ടൗൺ, തലക്കുളം, തോണ്ടിമല, കോരമ്പാറ, മുള്ളന്തണ്ട് എന്നിവിടങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് വനം വകുപ്പിന്റെ തീരുമാനം വന്നതോടെ പെരുവഴിയിലായത്. ഈ പ്രദേശത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നാണ് ശാന്തൻപാറ പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും തീരുമാനിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവുകളും ജൂൺ മാസം 30-ാം തീയതി വരെ ദീർഘിപ്പിച്ചിരുന്നു. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് ജൂൺ 30-ന് ശേഷമാണെന്നിരിക്കെ ബഫർ സോൺ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാട്ടാന കേസിൽ പ്രതികളെ പിടികൂടാത്തതിന് ഡിഎഫ്ഒയ്ക്കെതിരെ ആനപ്പിണ്ടം സ്പീഡ് പോസ്റ്റിൽ അയച്ച് പ്രതിഷേധം. പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘമാണ് മണ്ണാർക്കാട് ഡിഎഫ്ഒയ്ക്ക് ആനപ്പിണ്ടം അയച്ച് വേറിട്ട സമരം നടത്തിയത്. ഈ സമരം ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതല്ല, ശരിക്കും പ്രതിഷേധമാണ്. തിരുവിഴാംകുന്നിൽ ഗർഭിണിയായ കാട്ടാന വായിൽ സ്ഫോടക വസ്തു പൊട്ടി ചരിഞ്ഞ കേസിൽ 9 മാസമായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ ആനപ്രേമി സംഘം ഇത്തരമൊരു സമരം ചെയ്തത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും മണ്ണാർക്കാട് ഡിഎഫ്ഒയ്ക്ക് ആനപ്പിണ്ടം സ്പീഡ് പോസ്റ്റായി അയച്ചായിരുന്നു പ്രതിഷേധം. പ്രതികളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വനം വകുപ്പ് ഈ വനം വേട്ടക്കാരുടെ ഒത്താശയോടുകൂടിയാണോ ഇത് നടക്കുന്നത്? നമ്മുടെ അറിവിൽ ആകെ ഒരു വീരപ്പനെ ഉള്ളൂ എങ്കിൽ നിരവധി അറിയാത്ത വീരപ്പന്മാർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത്. അതിനെതിരെയാണ് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം ഏരണ്ടം അയച്ച് പ്രതിഷേധിക്കുന്നത്. നിരവധി തവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും പിടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധത്തിന് ഞങ്ങൾ മുതിർന്നത്. 1.25 കിലോയോളം തൂക്കം വരുന്ന ആനപ്പിണ്ടം അയക്കാൻ സമരക്കാർക്ക് 94 രൂപ ചെലവായി. എന്തായാലും 2 ദിവസത്തിനകം ആനപ്പിണ്ടം അങ്ങ് മണ്ണാർക്കാട് ഡിഎഫ്ഒ ഓഫീസിലെത്തും. പിന്നെന്താവുമെന്ന് കണ്ടറിയണം. സമരക്കാരെ ജാഗ്രത. ന്യൂസ് 18 പാലക്കാട്. വടകര മേഖലയിൽ 400ഓളം പശുക്കൾക്ക് അപൂർവ രോഗം ലംബി സ്കിൻ ഡിസീസ് എന്ന വൈറസ് രോഗം പടരുന്നതിൽ ആശങ്കയിലാണ് ക്ഷീരകർഷകർ. പനിയും ശരീരത്തിൽ വ്രണവും വരുന്നതാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണം. അതോടെ പാലിന്റെ അളവ് കുറയും. പിന്നീട് ക്ഷീണിക്കുന്ന കാലികൾ ഭക്ഷണമെടുക്കാതെയാകും. മുയിംപോത്ത്, തോടന്നൂർ, എളമ്പിലാട് എന്നിവിടങ്ങളിലെല്ലാം രോഗം പടരുകയാണ്. വേളം പഞ്ചായത്തിലെ കാലുകളിലും സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയില്ലെന്നും ലക്ഷണം നോക്കിയുള്ള ചികിത്സയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നും വെറ്റിനറി അധികൃതർ പറയുന്നു. ഇതോടെ കർഷകരുടെ ആശങ്ക ഇരട്ടിക്കുകയാണ്. ലക്ഷണങ്ങൾ വ്രണങ്ങൾ വരിക, അത് പൊട്ടി ഒലിച്ച് പഴുക്കുക, അതാണ് ഉണ്ടാകുന്നത്. ശരീരാസാരണ വ്രണങ്ങൾ വരുന്നത്. 10-12 പശുക്കൾക്ക് ഈ രോഗം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മുഴ പോലെ, പിന്നെ കഴുത്തിനൊരു വീക്കോ. ഇത് അധിക പശുവിന് വന്നുകൊണ്ട് ഇതൊരു പകർച്ചവ്യാധി തന്നെയാണ്. പുറത്തുനിന്നെത്തുന്ന അറവുമാടുകളിൽ നിന്നാണ് രോഗം വന്നത് എന്നാണ് കർഷകർ പറയുന്നത്. വിദഗ്ധ പഠനം നടത്തി നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വടകര.
കണ്ണൂർ ഉദയഗിരി ശാന്തിപുരത്ത് വൈകുന്നേരം ടാർ ചെയ്ത റോഡ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും തകർന്നു. കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ശാന്തിപുരം അരിവിളഞ്ഞ പൊയിൽ റോഡ് ടാറിംഗ് നടത്തിയത്. ഉദയഗിരിയിൽ തുടങ്ങി ജോസ്ഗിരി വരെയായിരുന്നു ടാറിംഗ്. തിരക്ക് പിടിച്ചും അശാസ്ത്രീയവുമായാണ് നിർമ്മാണമെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ടാർ ചെയ്ത ശാന്തിപുരം ടൗണിലെ കലിങ്ങിനോട് ചേർന്ന ഭാഗം പിറ്റേന്ന് രാവിലെ പൊളിഞ്ഞു തുടങ്ങി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൊണ്ട് ടാർ ചെയ്യാൻ വേണ്ടി വന്നു. ഹൈറ്റ് കൂടിപ്പോയി പാലത്തിൽ നിന്നുള്ളത് ഒരു നിയസ്ഥിതിയാണ്. അപ്പം ആ പാലം പണിയുന്നതിന് JCB പിടിച്ചിട്ട് അത് മാറ്റി കുറയ്ക്കണമെന്നും ഹൈറ്റ് കുറയണമെന്നും പറഞ്ഞിരുന്നു. നമ്മളത് ബലാത്ബലമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ദേവസ്വം സാറ് അത് ശരിയാക്കി തന്നു. പിന്നെ അതിന് ശേഷം GFC ഇറക്കാതെ കൊണ്ട് കിടന്ന മിറ്റിൽ മുഴുവൻ കോരി 1.5 ഇഞ്ച് കോരിയിട്ട് വണ്ടിയിട്ട് അവർ ടാർ ചെയ്തിട്ട് അവർ പോയി. നേരം വെളുത്തപ്പം അത് വിണ്ട് വിരിഞ്ഞ് റോഡ് ടാറുമലായി കിടക്കുവാണ്. ടാറിങ്ങിന് മുകളിൽ വിള്ളലുകൾ കണ്ടതോടെയാണ് റോഡിന് തകരാറുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വാഹനങ്ങൾ കടന്നുപോയ ഭാഗം താഴ്ന്നു പോവുകയും ചെയ്തു. ഇളകിയ മണ്ണിന് മുകളിൽ ആവശ്യമായ സ്റ്റോളിംഗ് നടത്താതെ ടാർ ചെയ്തതാണ് മണിക്കൂറുകൾക്കുള്ളിൽ റോഡ് തകരാൻ ഇടയാക്കിയത് എന്നാണ് ആരോപണം. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ കലുങ്ക് നിർമ്മിച്ചത്. കലുങ്കിനടിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗം ഒഴിച്ചു നിർത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ തൂണുകൾക്ക് വിള്ളലുകൾ വീഴുകയും ചെയ്തു. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരനൊപ്പം നിൽക്കുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ഉദയഗിരി. പുരാവസ്തു വകുപ്പ് പയ്യന്നൂരിൽ ഒരുക്കിയ ഗാന്ധി മ്യൂസിയം ഇന്ന് നാടിന് സമർപ്പിക്കും. ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തൊരുക്കുന്ന രണ്ടാമത്തെ ഗാന്ധി മ്യൂസിയമാണ് പയ്യന്നൂരിലേത്. 1910-ൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് ഗാന്ധി സ്മൃതി മ്യൂസിയം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര പോരാളികൾ ബ്രിട്ടീഷ് പതാക അഴിച്ചുമാറ്റി ത്രിവർണ്ണ പതാക പാറിച്ചതിന്റെ ചരിത്രം കൂടിയുണ്ട് ഈ കെട്ടിടത്തിന്. സമര പോരാളികളെ പാർപ്പിച്ച തടവറകൾ, നടുമുറ്റം, 4 മുറികൾ എന്നിവ അടങ്ങുന്നതാണ് 110 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം. ഗാന്ധിജി പയ്യന്നൂരിലെത്തിയ കാലഘട്ടത്തിലെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രരേഖകൾ കൂട്ടിയിണക്കി 2.44 കോടി രൂപ ചെലവിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. ഗാന്ധിജിയുടെ ജീവിത സന്ദേശങ്ങൾ, ഉപ്പു സത്യാഗ്രഹത്തിന്റെ വിവരങ്ങൾ, പയ്യന്നൂർ സന്ദർശനം, ഗാന്ധിജിയെ പറ്റിയുള്ള മഹാന്മാരുടെ വാക്കുകൾ, പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം, ഐത്തോച്ചാടന സമരം, പയ്യന്നൂരിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പുതിയ തലമുറക്ക് അറിവ് പകരുന്ന രീതിയിൽ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് എല്ലാ നൂതന ഡിജിറ്റലൈസേഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ ഈ സമര രൂപങ്ങൾ ഒരു ചലിച്ചുകൊണ്ടേയിരിക്കുന്ന സംവിധാനമുണ്ട്. പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കളും താളിയോലകളും മ്യൂസിയത്തിലുണ്ട്. ആധുനിക ദൃശ്യശ്രവ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ സന്ദർശകർക്ക് ചരിത്രം പഠിക്കാം. നോഡൽ ഏജൻസിയായ കേരളം ചരിത്ര പൈതൃക മ്യൂസിയമാണ് ഗാന്ധി സ്മൃതി മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 പയ്യന്നൂർ. എറണാകുളം ജില്ലയ്ക്ക് പ്രത്യേകമായി വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും ജില്ലയ്ക്ക് പൊതുവിൽ മുതൽക്കൂട്ടാകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുണ്ടായത്. തേവരയിൽ എലവേറ്റഡ് സമാന്തര പാതയടക്കം കൊച്ചിയിലെ പ്രധാന റോഡ് ശൃംഖല പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചു. പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിൽ പ്രധാനം കൊച്ചിയിലെ റോഡ് വികസന പദ്ധതികളാണ്. ഇത് നടപ്പാക്കുകയാണെങ്കിൽ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. കാലങ്ങളായി ആവശ്യപ്പെടുന്ന പദ്ധതികൾക്ക് കൃത്യമായ തുക വകയിരുത്തിയിട്ടില്ലെന്ന ആരോപണമുണ്ടെങ്കിലും ധനമന്ത്രിയോട് ചോദിച്ചതെല്ലാം തന്നുവെന്നാണ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ പറയുന്നത്. ഈ നഗരത്തെ പ്രത്യേകമായി കണ്ടിരിക്കുന്നു, ഈ നഗരത്തോട് ഏറ്റവും വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഒരാളോട്, ഒരു ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എനിക്കൊന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പോലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ നമ്മൾ ആവശ്യപ്പെട്ട അതിൽ ഒരു 10 ആവശ്യം ഉന്നയിച്ചാൽ ഒരെണ്ണം ചിലപ്പോൾ നടക്കും. ഇതിപ്പോൾ നമ്മളൊരു 7-8 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ആ 7-8 കാര്യം പരിപൂർണമായി വന്നിരിക്കുന്നു. കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ഇത്തവണയും ബജറ്റിൽ ഇടം നേടിയെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ ബജറ്റിൽ ഇടം നേടിയതാണെന്നും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ തുടർച്ചയാണെന്നും വിമർശനമുണ്ട്. തേവരയിൽ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. അതും ഈ പ്രഖ്യാപനത്തിൽ, ബഡ്ജറ്റ് പ്രസംഗത്തിൽ നമ്മൾ പരാമർശിച്ച് കണ്ടില്ല. അത് കൊച്ചിയുടെ ഒരു ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമുള്ള യാതൊന്നും ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടില്ല. ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രഖ്യാപനം, ശബരിപാതയ്ക്കായി 2000 കോടി രൂപ വകയിരുത്തിയതും അയ്യമ്പുഴയിലെ നിർദ്ദിഷ്ട ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്കായി 20 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചതും ജില്ലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് 18 കൊച്ചി.
ബജറ്റിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആഹ്ലാദം പകരുന്ന നിർദ്ദേശം വന്നതിൽ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. ഗുരുവായൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതികരണം കാണാം. കേരള സർക്കാരിൻ്റെ 2021 ബഡ്ജറ്റിൽ കുടുംബശ്രീ സംരംഭമായ ഹരിതകർമ്മസേനയ്ക്ക് ദിവസവേതനം വർദ്ധിപ്പിച്ചു തന്ന കേരള സർക്കാരിനും ധനമന്ത്രി തോമസ് ഐസക് സാറിനും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കും ഹരിതകർമ്മസേനാംഗങ്ങളുടെ എല്ലാവിധ ആശംസകളും ഒപ്പം നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. 2020-21 ബഡ്ജറ്റിൽ കേരള ഗവൺമെൻറ് ബഡ്ജറ്റിൽ CLR ജീവനക്കാർ ഞങ്ങളിപ്പോഴത്തെ സാധാരണക്കാർ ശമ്പളം കൂട്ടിയും ബഡ്ജറ്റിലെ അവതരണത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനെയും കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു. ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് പ്രസംഗത്തിന്റെ അവസാനം ചൊല്ലിയ കവിത പിറന്നത് കട്ടപ്പന കണ്ണമ്പടിയിലെ ആദിവാസി മേഖലയിൽ നിന്നാണ്. കണ്ണമ്പടി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി KP അമലാണ് സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന കവിത എഴുതിയത്. ഇടുക്കി കണ്ണമ്പടി DTH സ്കൂളിലെ KP അമലിന്റെ വരികൾ ഉദ്ധരിച്ച് ഞാൻ ഈ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിക്കട്ടെ. മെല്ലയൻ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളക്കട്ടെ, ഉയരട്ടെ അതിലൊരു മനോജ്ഞമാം നവയുഗത്തിന്റെ പ്രഭാതശങ്കുൽ. എൻ തുമ്പിക്കിടാങ്ങൾക്ക് കളിയൂഞ്ഞാലിടാനൊരു തുമ്പക്കുടവിടെ. കട്ടപ്പന കണ്ണമ്പടി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിന്റെ അവസാനം ചേർത്ത 4 വരി കവിതയിലൂടെ അമലിനും സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കാനായി അക്ഷരവൃക്ഷം എന്ന പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലൂടെയാണ് ഈ കവിത വിദ്യാഭ്യാസ വകുപ്പിന്റെ മാസികയിലെത്തിയത്. ധനമന്ത്രിയിലൂടെ നിയമസഭാ ഹാളിൽ തന്റെ കവിത മുഴങ്ങിയത് അമലിന് അപ്രതീക്ഷിതമായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി ഈ കവിത തെരഞ്ഞെടുത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു മുൻപും നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് അമൽ. അമല് ഒരു മിടുക്കനാണ്. ഇങ്ങനെ കവിതകളൊക്കെ ചെറുതായിട്ട് എഴുതാറുണ്ട്. പക്ഷേ ലിറ്റിൽ കൈറ്റ്സിന്റെ ഈ കയ്യെഴുത്ത് മാസികയിൽ ഇവൻ്റെ കവിത പ്രസിദ്ധീകരിച്ചതാണ്. അപ്പം അവൻ പ്രതീക്ഷിച്ചില്ല, അവൻ്റെ കവിത തന്നെ സെലക്ട് ചെയ്യുന്നവൻ പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. കണ്ണമ്പടി കല്ലൂലിക്കൽ പങ്കജാക്ഷന്റെയും ശാരദയുടെയും മകനാണ് KP അമൽ. ഏറെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ കവിത സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അമലിന്റെ സഹപാഠികളും അധ്യാപകരും. ന്യൂസ് 18 കട്ടപ്പന. ബജറ്റ് പ്രസംഗത്തിൽ തന്റെ കവിതയും ഇടം പിടിച്ച സന്തോഷത്തിലാണ് മലപ്പുറം കരിങ്കപ്പാറ സ്വദേശി അഫ്ര മറിയം. വിദ്യാഭ്യാസ വകുപ്പിന്റെ അക്ഷരവൃക്ഷം പദ്ധതിക്കായി എഴുതിയ പരിസ്ഥിതി കവിതയാണ് ധനമന്ത്രി തോമസ് ഐസക് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. കോവിഡ് സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച അക്ഷരവൃക്ഷം പദ്ധതിക്കായാണ് ഈ കൊച്ചുമിടുക്കി പരിസ്ഥിതി കവിത എഴുതിയത്. സകല ജീവജാലങ്ങളും പ്രകൃതിയെയും ഭൂമിയെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവിക്കുമ്പോൾ മനുഷ്യൻ മാത്രം എന്താണ് ഭൂമിയെ നശിപ്പിക്കുന്നതെന്ന ചോദ്യവും ആശങ്കയുമാണ് അഫ്ര തന്റെ കവിതയിൽ പങ്കുവച്ചത്. എന്തുകൊണ്ട് എന്ന ഈ കവിതയാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ധനമന്ത്രി വായിച്ചത്. എന്തുകൊണ്ട് ഒരു മത്സ്യവും കടലിനെ മുറിവേൽപ്പിക്കാറില്ല, ഒരു പക്ഷി ചിറകും ആകാശത്തിനു മീതെ വിള്ളലെഴുത്തുന്നുമില്ല, ഒരു ഭാരവും ശേഷിപ്പിക്കാതെയാണ് ശലഭം പൂവിനെ ചുംബിക്കുന്നത്. എന്നിട്ടും ഒരു കാര്യം മാത്രം ബാക്കി, എന്തുകൊണ്ട് മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കുന്നു. കരിങ്കപ്പാറ GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഫ്ര മറിയം അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ മുഹൂർത്തത്തെ ഏറെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു ലെവലിലെത്തുന്ന പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വളരെ സന്തോഷമുണ്ട്. അഫ്രയുടെ കവിത ബജറ്റ് പ്രസംഗത്തിൽ സ്ഥാനം പിടിച്ച സന്തോഷത്തിലാണ് വീട്ടുകാരും. നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. ന്യൂസ് 18 കോട്ടയ്ക്കൽ. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി തന്റെ കവിത വായിക്കുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മുഹമ്മദ് ഷിനാസ് അഷ്റഫ്. സമ്പൂർണ്ണ മാലിന്യ വിമുക്ത കേരളം എന്ന വിഷയത്തിൽ കണ്ണൂരിലെ GHSS കണ്ണാടിപ്പറമ്പിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി എഴുതിയ കവിതയാണ് ധനമന്ത്രി തോമസ് ഐസക് പരാമർശിച്ചത്. എൻ്റെ ടീച്ചർ പറഞ്ഞു, ഇങ്ങനൊരു കവിത എഴുതാനുണ്ട്, എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതിക്കോ. അങ്ങനെ ഞാൻ എഴുതിയിട്ടൊന്ന് അയച്ചു കൊടുത്തതാണ്. ഇത്രയും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇതറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. മൂവാറ്റുപുഴ വാളകം മാർ സ്റ്റീഫൻ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഞ്ജന സന്തോഷിന്റെ കവിതയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അക്ഷരവൃക്ഷം എന്ന മത്സരത്തിനായിട്ടാണ് അഞ്ജന കവിത എഴുതിയത്. അഞ്ജന ആദ്യമായി എഴുതിയ കവിതയാണിത്. പുറത്തേക്ക് പോകേണ്ട, ലാപ്ടോപ്പ് തുറന്നാൽ യഥേഷ്ടം നടത്താം, പുറം ലോകമെല്ലാം അതിൽ കണ്ടിരിക്കാം, മറക്കില്ല കൈ വൃത്തിയാക്കിയിടുവാനും, ഇടയ്ക്കെങ്കിലും വൃത്തിയാക്കൂ കരം താൻ, തൊടേണ്ട മുഖം മൂക്കു കണ്ണു രണ്ടും. സ്കൂളിൽ എൻ്റെ ക്ലാസ് ടീച്ചറാണ് എനിക്ക് ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറഞ്ഞത്.
ടീച്ചറുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. വളരെ സന്തോഷമുണ്ട് മത്സരത്തിൽ ജയിക്കാൻ പറ്റിയതിൽ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് കോട്ടുളി പുതിയ പറമ്പത്ത് സ്വദേശി സതീശനൊടുവിൽ നീതി ലഭിച്ചു. മദ്യപിച്ച് ഓടയിൽ വീണ് മരിച്ചെന്ന അപവാദ പ്രചാരണത്തിന് അറുതിയായെന്നു മാത്രമല്ല, സതീശന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. സതീശന്റെ ഭാര്യ സുമ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് കോടതി വിധി. പാചകത്തൊഴിലാളിയായ പുതിയ പറമ്പത്ത് സതീശനെ 2017 ജൂലൈ 22 രാത്രിയാണ് കാണാതായത്. പിറ്റേ ദിവസം കോട്ടുളിയിലെ ഓടയിൽ നിന്ന് സതീശന്റെ മൃതദേഹം കണ്ടെത്തി. സതീശൻ മദ്യപിച്ച് ഓടയിൽ വീണ് മരിച്ചെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് വിധിയെഴുതി. പോലീസ് കെട്ടിച്ചമച്ച കഥ നുണയാണെന്ന് തെളിയിക്കാൻ സതീശന്റെ ഭാര്യ സുമ കോടതിയെ സമീപിച്ചു. 3 വർഷത്തിനു ശേഷം കോടതി സതീശനും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്ന വിധി പുറപ്പെടുവിച്ചു. പെരുമഴയിൽ വെള്ളം കെട്ടിനിന്ന ഓടയിൽ വീണാണ് സതീശൻ മരിച്ചതെന്ന് കോടതി പറഞ്ഞു. 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോഴിക്കോട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി ഉത്തരവിട്ടു. ഞങ്ങൾക്ക് വന്ന മാതിരി ഇനി വേറൊരാൾക്കും വരാതിരിക്കട്ടെ. പിന്നെ പറയാനുള്ളത് ഈ തുറന്നു കിടക്കുന്ന ഓവുകൾ ഇനിയെങ്കിലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇനിയൊരാൾക്കും ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ. ഏകമകൾ അഭിരാമിയുടെ പഠനം ഉൾപ്പെടെ വലിയ ബാധ്യതയ്ക്ക് നടുവിലാണ് സുമ. വീട് നിർമ്മാണത്തിനായി വായ്പയെടുത്ത 4 ലക്ഷം രൂപയിൽ 2 ലക്ഷമേ വീട്ടാൻ കഴിഞ്ഞുള്ളൂ. കേസ് വാദിച്ച അഭിഭാഷകന് ഫീസ് കൊടുക്കാൻ പോലും സുമയ്ക്ക് കഴിഞ്ഞില്ല. ജനാധിപത്യ സർക്കാരുകൾ, അത് കേരളത്തിലായിക്കോട്ടെ ഏത് സംസ്ഥാനത്തിലായിക്കോട്ടെ, ജനാധിപത്യ ഗവൺമെന്റുകൾ ഈ റോഡും അതുപോലുള്ള പാലങ്ങളും എല്ലാം തന്നെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ചുമതല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും അതുപോലെ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. അതിലേക്കാണ് ഈ കോടതി വിധിയുടെ പ്രധാന സന്ദേശം പോകുന്നത്. ജനങ്ങളുടെ സംരക്ഷണം ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നല്ല നിലയിൽ പാലിക്കാൻ ഗവൺമെന്റുകൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ വിധി നൽകുന്ന സന്ദേശം. അധികാരികളുടെ ഗുരുതരമായ വീഴ്ചയാണ് 3 അംഗ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സതീശന്റെ ജീവനെടുത്തത്. കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോയാൽ നിയമയുദ്ധം തുടരേണ്ട അവസ്ഥയിലായിരിക്കും സുമയും മകളും. സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ശരീരത്തിന്റെ കുറവുകളെ മനസ്സിന്റെ കരുത്തുകൊണ്ടെതിരിട്ട് മണ്ണിൽ 100 മേനി വിളയിക്കുന്ന മലപ്പുറം ഊരകം സ്വദേശി അരുൺകുമാറിന് പിന്തുണയും സഹായവുമായി കർഷക കൂട്ടായ്മ. ന്യൂസ് 18 അരുൺകുമാറിന്റെ ജീവിതം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അനവധി പേർ സഹായവുമായി എത്തുന്നത്. അരുൺകുമാർ ഇപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു കർഷകൻ മാത്രമല്ല, അനവധി പേർക്ക് പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന വ്യക്തി കൂടിയാണ്. ന്യൂസ് 18 അരുണിന്റെ പോരാട്ടം ലോകത്തിനു മുൻപിൽ എത്തിച്ചതിനു പിന്നാലെ അനവധി പേരാണ് ഇദ്ദേഹത്തെ കാണാനും കൃഷിക്ക് പിന്തുണ നൽകാനും എത്തുന്നത്. ഒട്ടേറെ പേരാണ് സഹായം വാഗ്ദാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഹമായ ഇലക്ട്രിക് വീൽചെയർ ഏറെ വൈകാതെ ലഭിക്കും. ആദ്യമായിട്ട് ഏട്ടൻ ന്യൂസ് 18 എന്നുള്ള ചാനലിലാണ് വന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഏട്ടനെ വിളിക്കുകയും പിന്നെ എന്താ വേണ്ടത് പല കാര്യങ്ങളും അത് ഈ ഒരു ചാനലിൽ വന്നുകൊണ്ട് മാത്രമാണ്. കണ്ണൂരിൽ നിന്ന് ഒരാളാണ് ഇപ്പം അത് കൺഫേം ആക്കിയത്. അവർ 7 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഏട്ടന് വീൽചെയർ കൊടുക്കാമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. കർഷകരുടെ കൂട്ടായ്മയായ കിച്ചൺ മിസ്റ്ററി അരുണിനു വേണ്ടി സമാഹരിച്ച പണം കൈമാറി. നമുക്കൊരു 50,000 രൂപ ലെവലിലൊക്കെ നല്ല ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നേരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തി. അങ്ങനെ നമുക്ക് 2 ദിവസം കൊണ്ട് 40,000 രൂപ നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തു. ജില്ലാ കളക്ടറടക്കം അരുണിനെയും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തെയും സന്ദർശിക്കാനിരിക്കുകയാണ്. അതെ, അരുണിന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലം ഇതുതന്നെയാണ്. അഖിലോട്ടുപറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
കോവിഡ് വിലക്കുകൾക്ക് ഇളവ് വന്നതോടെ അന്തരിച്ച കവി അനിൽ പനച്ചൂരാന്റെ സ്മൃതി മണ്ഡപത്തിൽ അശ്രുപൂജകളുമായി കവികളുടെ സംഘമെത്തി. കായംകുളം പുതുപ്പള്ളി ഗോവിന്ദമുട്ടം വാരണപ്പള്ളി പനച്ചൂർ വീട്ടിലാണ് കവികൾ ഒത്തുകൂടിയത്. കവികളുടെയും ഗാനരചയിതാക്കളുടെയും കൂട്ടായ്മയായ രചനയാണ് സംഗമം സംഘടിപ്പിച്ചത്. വയലാർ ശരത് ചന്ദ്രവർമ്മ, മുരുകൻ കാട്ടാക്കട, ഷിബു ചക്രവർത്തി, ജോഫി തരകൻ, സിജു തുറവൂർ, ജ്യോതിഷ് ടി കാശി, നിഷാദ് അഹമ്മദ്, ഷാജി ഇല്ലത്ത്, ഷഹീറ നാസർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംഘടന സമാഹരിച്ച തുക അനിൽ പനച്ചൂരാന്റെ ഭാര്യയ്ക്ക് കൈമാറി. കോവിഡ് പ്രോട്ടോകോൾ നിലനിന്നതിനാൽ സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കാനായില്ല. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് എഴുത്തുകാരുടെ കൂട്ടായ്മ മടങ്ങിയത്. ഇരുപത്തിമൂന്നുകാരിയെ ഭർതൃഗൃഹത്തിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വർക്കല വിളവിഭാഗം സ്വദേശി ആതിരയാണ് മരിച്ചത്. 1.5 മാസം മുമ്പാണ് മുത്താന സ്വദേശിയായ ശരത്തുമായി ആതിരയുടെ വിവാഹം നടന്നത്. വീടിനുള്ളിലെ ടോയ്ലറ്റിൽ നിന്നാണ് കഴുത്തു മുറിച്ച നിലയിൽ ആതിരയെ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കിഴക്ക് മധുര മീനാക്ഷി ക്ഷേത്രം, പടിഞ്ഞാറ് ആലപ്പുഴ കടപ്പുറം. കാഴ്ചയുടെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം ആമപ്പാറയിൽ. DTPCയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ആമപ്പാറയിൽ നിർമ്മിക്കുന്ന വാച്ച് ടവറിലൂടെയാണ് കിലോമീറ്ററുകൾ ദൂരെയുള്ള കാഴ്ച സാധ്യമാകുന്നത്. ആമയോട് സാദൃശ്യമുള്ള കൂറ്റൻ പാറയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇടുക്കിയിൽ നിന്ന് കടല് കാണാനുള്ള അവസരമാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള തമിഴ്നാട് അതിർത്തിയായ നെടുങ്കണ്ടം ആമപ്പാറയിൽ യാഥാർത്ഥ്യമാക്കുന്നത്. 2.25 കോടി രൂപയുടെ ടൂറിസം വികസന പദ്ധതികളുടെ ഭാഗമായാണ് വാച്ച് ടവർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത്. സന്ദർശകരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഓഫ് റോഡ് ജീപ്പ് സവാരി ഉള്ളതിനാൽ 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വാച്ച് ടവറിൽ സ്ഥാപിക്കുന്ന ബൈനോക്കുലറിലൂടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെയും ആലപ്പുഴ കടപ്പുറത്തിന്റെയും സഖ്യപർവ്വതത്തിലെയും വിദൂര ദൃശ്യം സാധ്യമാകും. 12 മീറ്റർ ഉയരത്തിലാണ് ആമപ്പാറയുടെ മുകളിൽ വാച്ച് ടവർ നിർമ്മിക്കുന്നത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് നിർമ്മാണ ചുമതല. മാർച്ച് അവസാനത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാകും. അത് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് വിനോദസഞ്ചാര വകുപ്പ് നമ്മൾ ഈ പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യഘട്ടമായിട്ടുള്ള നമ്മുടെ വാച്ച് ടവർ ഉണ്ടാക്കുന്നുണ്ട്, ടോയ്ലറ്റ്സ്, അതുപോലെ ഈ ഫെൻസിങ്, അതുപോലെ വർക്കുകൾ നമ്മൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതായിട്ട് കുടിവെള്ളത്തിൻ്റെ പദ്ധതികളാണ് ഇനിയിപ്പോൾ ഉള്ളത്. അതിൻ്റെ രണ്ടാമത് റിവേഴ്സൽ എസ്റ്റിമേറ്റിന് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൽ നിർമ്മിക്കുന്ന സുരക്ഷാ വേലിയുടെ നിർമ്മാണം പൂർത്തിയായി. ഇരിപ്പിടങ്ങൾ, ടോയ്ലറ്റ് കോംപ്ലക്സ്, സ്നാക്സ് ബാർ, ആകാശ ഊഞ്ഞാൽ എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. ആമപ്പാറയെ രാത്രിയിൽ കൂടുതൽ ആകർഷകമാക്കുന്നതിനായി ലൈറ്റിംഗ് ക്രമീകരണവും ഏർപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ സ്ഥാപിക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.